ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മലബാറിലെ മംഗലത്ത് തറവാട്. അവിടെ വിചിത്രമായ ചിലത് സംഭവിക്കാൻ പോകുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാണ് കല്ലെറിഞ്ഞത്? ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരിക. അയ്യോ, എന്താ സംഭവിച്ചത്? അരിയിൽ മണ്ണ് വീണു. ഓം അഗ്നായേ സ്വാഹ. ഇത് തളയ്ക്കാൻ പറ്റുന്ന ശക്തിയല്ല. ചാത്തൻ ഇവിടെയുണ്ട്. ചാത്ത, എന്നോട് ക്ഷമിക്കണം. ഈ കുടുംബത്തിന്റെ കാവലായി നീ കൂടെയുണ്ടാകണം. രാഘവ, വിളക്ക് കെടുത്തണ്ട. പുറത്തു വരുന്നത് വെറും ഒരു കാറ്റല്ല. ഇതിനെ തടയാൻ ഒരേ ഒരു ശക്തിയേയുള്ളൂ. ചാത്തന്മാരുടെ അധിപൻ കരിങ്കുട്ടി. ഓം ഹ്രീം കരിങ്കുട്ടി സ്വാമി ഭക്തരക്ഷാർത്ഥമാകച്ച. എന്തിനാണ് എന്നെ വിളിച്ചത്? രക്തത്തിനോ അതോ നീതിക്കോ? ഈ തറവാട് ഇന്ന് ഞാൻ ചുട്ടാമ്പലാക്കും. എന്റെ അനുവാദം കൂടാതെ ഈച്ച പോലും കടക്കില്ല. അധർമ്മത്തിന് ഈ മണ്ണിൽ സ്ഥാനമില്ല. മണ്ണടിയാൻ തയ്യാറായിക്കോ. ഇനി ഈ മണ്ണിലെന്നും അദ്ദേഹത്തിന്റെ കാവലുണ്ടാകും. സ്വാമികള്, എന്റെ കുഞ്ഞുങ്ങളുടെ കഞ്ഞിക്കിണ്ടി ആ കാരണവർ തട്ടിയെടുത്തു. പണിയെടുത്ത് പദം വന്ന് എന്റെ മണ്ണ് അവൻ. ഈ മണ്ണ് ഇനി എന്റേതാണ്. ഓയ് ചാവടാ. നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അവൻ വിളിച്ചത് നീതിയുടെ കാവൽക്കാരനെ. എന്റെ മണ്ണിൽ അധർമ്മം കാട്ടിയവന് ഇതാ കരിങ്കുട്ടിയുടെ ശിക്ഷ. അധർമ്മം ഒടുങ്ങി, നീതി പുലർന്നു. കരിങ്കുട്ടി കാവലായുള്ളപ്പോൾ ഇനി ഒരു കണ്ണും നനയില്ല. മഹിഷാസുരന്റെ അഹങ്കാരം ലോകത്തെ ഭയപ്പെടുത്തി. ദേവന്മാരുടെ ദുരിതം മാറ്റാൻ ത്രിമൂർത്തികളുടെ തേജസ്സിൽ നിന്ന് ആദിശക്തി ദേവി അവതരിച്ചു. പരമേശ്വര, വൈകുണ്ഠനാഥ, ഞങ്ങളെ രക്ഷിക്കണം. മഹിഷാസുരൻ സ്വർഗം കീഴടക്കി ഞങ്ങളെ ആട്ടിയോടിക്കുന്നു. ഞങ്ങൾക്ക് അഭയം നൽകിയാലും അധർമ്മത്തിന് അന്ത്യം കുറിക്കാൻ സമയമായി. മഹിഷാസുരന്റെ അന്ത്യം ഒരു സ്ത്രീ രൂപത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ആദിശക്തി ഉണരട്ടെ. ദേവന്മാരെ, ഭയപ്പെട്ടേണ്ട. ഞാൻ അധർമ്മത്തെ തകർക്കും. മഹിഷാസുരന്റെ അന്ത്യം ഇതാ തുടങ്ങുന്നു. പുറത്തുക. എന്റെ സൈന്യം, ഞാൻ വരുന്നു എല്ലാം നശിപ്പിക്കാൻ. ജയ് മാതാ ഡി. ശത്രു സംഹാരം. ഞാനാണ് വിജയി.